സ്കൂൾ പർച്ചേസ് പാർട്ട് 3 ആണ്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലഞ്ച് ബാഗ് ഓൾറെഡി ഇവനൊന്നുണ്ടായിരുന്നു. അതിൻ്റെ സിപ്പൊക്കെ ചീത്തയായിപ്പോയി. അപ്പം ഒരു ലഞ്ച് ബാഗ് വാങ്ങിച്ചു. എന്തായാലും 2 വർഷത്തേക്ക് അത് തന്നെ മതിയാകുമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത് വാങ്ങിയത് ഈ 2 ലൈൻ 4 ലൈൻ ബുക്സാണ്. വീട്ടിൽ ആവശ്യം വരുമ്പോൾ എഴുതിപ്പിക്കാമല്ലോ എന്ന് കരുതി വാങ്ങിയതാണ്. 4 ലൈനും വാങ്ങി, ഒരു 2 ലൈനും വാങ്ങി. സ്കൂളിൽ വേണ്ടിയിട്ട് വാങ്ങിയതല്ല, ഇത് വീട്ടിലേക്ക് വേണ്ടി വാങ്ങിയതാണ്. എഴുതിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. നടക്കുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അടുത്തത് ഒരു ഷൂ പോളിഷ് ചെയ്യാനുള്ള, കാരണം ഇവർക്ക് ബ്ലാക്ക് ഷൂ മാത്രമേ ഉള്ളൂ. അപ്പം ബ്ലാക്ക് ഷൂ പോളിഷ് ചെയ്യാനുള്ള ഒരു പോളിഷ് ആണ് വാങ്ങിയിട്ടുള്ളത്. അടുത്ത സാധനം എന്ന് പറയുന്നത് പെന്നാണ്. അത് ഞങ്ങളുടെ വീട്ടിലെ പർപ്പസിന് വേണ്ടി വാങ്ങിയതാണ്. മോന് പെന്നിൻ്റെ ആവശ്യമില്ല, പെൻസിൽ തന്നെയാണ് വേണ്ടത്. ഞങ്ങൾക്ക് പെട്ടെന്ന് എടുക്കുമ്പോൾ പെന്നൊന്നും കാണത്തില്ല, അങ്ങനെ വാങ്ങിയതാണ്. ടിക്ക് പെന്നാണത്, പഴയ ടിക്ക് പെന്നല്ലേ, ടിക്ക് പെൻ. പിന്നെ കളർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, അങ്ങനെ എടുത്തതാണ്. എഴുതാനും നല്ല സുഖമാണ് ഈ പെന്ന് വെച്ച്. ഇനി ഒരു പെന്നും കൂടെ ഉണ്ട്, ഒരു സെറ്റ് പെന്നും കൂടെ ഉണ്ട്. ഇത് സാധാരണ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന പെന്ന് തന്നെയാണ്. അതും കളർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ എടുത്താണ്. ബ്ലൂവും ബ്ലാക്കും, മറ്റേത് ടിക്ക് പെൻ ബ്ലൂവും ഇത് ബ്ലാക്കും, അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ 2 സെറ്റ് പെന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, അവന് വേണ്ടിയിട്ടല്ല. മോന് പെന്നിൻ്റെ ആവശ്യമില്ലല്ലോ കുറേ നാളത്തേക്ക്. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ബോട്ടിലാണ്. നമ്മൾ ഈ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ബോട്ടിലില്ലേ, പ്രോട്ടീൻ പൗഡറൊക്കെ ഇട്ടിട്ട്. നമ്മൾ അങ്ങനെയൊന്നും ഇതുവരെ കുടിച്ചിട്ടില്ല പ്രോട്ടീൻ പൗഡറൊന്നും. ഇൻ കേസ് ജിമ്മിലൊക്കെ പോകാൻ